ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പല്ലവിയെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക അച്ഛനും അമ്മയും. പല്ലവിയെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേതു കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല്ലവിയെ നോക്കാൻ ഇവിടെ 4 പേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സേതു ഇങ്ങനെ നിന്ന് പറയുക. അപ്പോൾ പൂർണിമ പറഞ്ഞു, കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആർക്കും ഉണ്ടാകും. കൊണ്ടുപോയാലും തിരിച്ചയച്ചേക്കണമെന്ന് പറഞ്ഞു പൂർണിമ. അപ്പോൾ അതിനെന്താ, ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം, അത് പോരെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പോണോ? അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് സേതുവിനോട് ചോദിച്ചു അച്ഛൻ. അല്ല, അത് പിന്നെ എനിക്ക് ശരീരം അധികം അനക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതേ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ കുലുങ്ങത്തില്ലേ, അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ സേതു ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ അച്ഛനോട് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവള് പറയട്ടെ എന്താ വേണ്ടതെന്ന്. ഇവളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞ നേരം അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ അമ്മേ പറയാ, 2 അമ്മമാരാ 2 ഭാഗത്ത് നിൽക്കുന്നേ, ആരെയും വിഷമിപ്പിക്കാൻ വയ്യല്ലോ എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ പൂർണിമ, എന്നാൽ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, അപ്പോഴേക്കും പല്ലവിയുടെ തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ശരിയെന്ന് ബേബി ചേച്ചിയും പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ പല്ലവി ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാ ഞങ്ങൾക്കെന്ന് അച്ചു അന്നേരം അമ്മയോട് പറയുക. ചേച്ചി ഇവിടെ നിന്ന് പോയാലേ വീട് ഉറങ്ങിയതുപോലെ ആകുമെന്നൊക്കെ സ്വാതിയും പറഞ്ഞു. അതെ, കുറച്ച് നാൾ പോയപ്പോൾ ഞങ്ങളിത് അനുഭവിച്ചതാണെന്ന് അച്ചു പറഞ്ഞു കേട്ടോ. അതേ വിഷമം ഞങ്ങൾക്കും ഉണ്ട് മോളിന്ന് ശോഭാമ പറയുവാണേ. ചില സാഹചര്യങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ എത്തിച്ചത്. ഇനി എന്താണെങ്കിലും പല്ലവി തീരുമാനിക്കട്ടെ എന്ന് ശോഭാമ പറഞ്ഞു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടി അങ്ങനെ വിളിച്ചങ്ങ് പോവാം. അപ്പോൾ സേതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പല്ലവി ആണെങ്കിൽ ഇങ്ങനെ സേതുവിനെ നോക്കി നിൽക്കുവാണ്. ശോഭാമ്മ പല്ലവിയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് ചെല്ല്, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞു വിട്ടിട്ട് പല്ലവി ഇങ്ങനെ സേതുവിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ സേതുവിനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വെപ്രാളം പോലെ. വരുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ പല്ലവി. എങ്ങോട്ട്? വീട്ടിലേക്കോ? വീട്ടിലേക്കല്ല, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന്. ഓ, ഭക്ഷണം കഴിക്കാൻ ഇപ്പം വേണ്ട, വിശപ്പില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സേതു നിൽക്കുക. അപ്പോൾ വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി സേതുവിനെ വിളിച്ചിട്ട് പല്ലവി അങ്ങ് പോയി. സേതു പിന്നാലെ പഠിച്ച് പോവുക കേട്ടോ. അപ്പോൾ അവിടെ അവർ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ അച്ഛനെയും അമ്മയെയും ഇരുത്തി കഴിക്കുന്ന സമയത്ത് സ്വന്തം അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുമ്പോൾ മോളും കൂടെ ഇരുന്ന് കഴിക്കണം, അതാണ് ശാസ്ത്രം എന്നൊക്കെ സേതു ഇങ്ങനെ പറയുക പല്ലവിയോട്. ശാസ്ത്രമോ? ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് പല്ലവി സേതുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരിക്കടോ എന്നും പറഞ്ഞിട്ട് സേതു പിടിച്ചിരുത്തുക പല്ലവിയെ. ഇരിക്കുക, സൂക്ഷിച്ചിരിക്കണം, എന്നൊക്കെ പറഞ്ഞ് പല്ലവി സേതുവിനെ എന്തൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഇരുന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല, മറന്നുപോയി എന്ന് സേതു പല്ലവിയോട് പറയുമ്പം എന്താ അവള് പറയുന്നേ എന്ന് അച്ഛൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ചുമ്മാ അല്ലേ, അപ്പം ഞാൻ നിനക്ക് വാരിത്തരാം, എത്ര നാളായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോൾക്ക് വാരിക്കൊടുക്കുക. അങ്ങനെ അമ്മ മോൾക്ക് വാരിക്കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ പൂർണിമയ്ക്കും അച്ചുവിനും സ്വാതിക്കും ഒക്കെ സന്തോഷമായി. സാധാരണ ഞാനാ ഇതൊക്കെ ചെയ്യാറ് എന്ന് സേതു പറഞ്ഞു. സേതുവോ എന്ന് ശോഭാമ്മ ചോദിച്ചപ്പോൾ അതെ ഞാൻ തന്നെ. പല്ലവി ഇങ്ങനെ നോക്കുക, പൂർണിമയൊക്കെ ഇങ്ങനെ ചിരിക്കുക. കോടതിയിലെ കേസ് കയ്യേറിയിരിക്കുകയാണെന്ന് അച്ചു പറഞ്ഞു. എന്ത് കേസാ മോളെ എന്ന് മാഷി ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ സേതുവേട്ടാ എന്ന് അച്ചു. അങ്ങനെ സേതുവിനെ അവിടെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ വാരിക്കൊണ്ടിരിക്കട്ടോ. ഇങ്ങനെ സേതു ഇങ്ങനെ ഭയങ്കര ചമ്മലും നാണവും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചമ്മലിൽ നിൽക്കുന്ന നമ്മുടെ സേതുവിനെ ഇവരിങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ ഇവർ ഒരേ തോണിയിൽ യാത്രക്കാരല്ലേ, നമുക്ക് ആ യാത്രയൊന്ന് ലൈസൻസുള്ള യാത്രയൊക്കെ കൊടുക്കാം, എന്താ എന്ന് പൂർണിമ ചോദിച്ചു. അതിനെന്താ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് മാഷും പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവിക്കും സേതുവിനും പിന്നെയും സന്തോഷം ഇരട്ടിയായി. അങ്ങനെ അതും പറഞ്ഞ് ഇവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക. അമ്മ മോൾക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കൂടിപ്പോയ 1 വർഷം പോട്ടെ, ഏറിയാൽ 1.5 അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കല്ലേ അമ്മ, പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മതിയെന്ന് പറഞ്ഞു. മതിയെന്നോ? ഇച്ചിരി കൂടെ കഴിക്കാൻ പറഞ്ഞു. അതിന് പല്ലവി അങ്ങനെ കൂടുതലൊന്നും കഴിക്കില്ല എന്ന് സേതു ഇങ്ങനെ പറയുമ്പോൾ ഇവള് പണ്ടേ അങ്ങനെ ആഹാരം കഴിക്കാൻ നമ്മൾ പണ്ടേ അത്രയ്ക്ക് പോരാ, ഞാൻ പാറു നല്ലപോലെ കഴിച്ചോളൂ എന്ന് പറയുക നേരം ശോഭാമ്മ. അപ്പോൾ പിന്നെ അമ്മ വാരി കൊടുക്കും. അമ്മ മതിയായിട്ടാ അമ്മ, അപ്പോൾ കുറച്ചുകൂടി കഴിക്കുന്ന സേതു. അവൾക്ക് മതിയെങ്കിൽ മതി മോനേന്ന് ശോഭാമ്മ പറഞ്ഞു. മതിയല്ലേ അമ്മ? മതി മോനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. മതിയെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ നിന്നങ്ങോട്ട് ഒഴുകും കേട്ടോ. അപ്പോൾ അല്ല, പല്ലവിയുടെ തീരുമാനം എന്താണെന്ന് പല്ലവി പറഞ്ഞില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോവാണോ അതോ എന്താ? അപ്പോഴത്തേക്ക് സേതുവിൻ്റെ ചിരിയൊക്കെ മാഞ്ഞു, മുഖമൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കുക. പല്ലവി സേതുവിൻ്റെ മുഖത്തേക്ക് ആദ്യം നോക്കിയത്, സേതുവിൻ്റെ മുഖം എങ്ങനെ ആകും എന്നുള്ളത്. അപ്പോഴത്തേക്കും പല്ലവി അത് പിന്നെ ഇല്ല, ഞാൻ പോകുന്നില്ല, അത് ഇവിടെ മതി, അതാ നല്ലത് എന്ന് പല്ലവി പറഞ്ഞു. അപ്പോഴാണ് സേതുവിനൊന്ന് ശ്വാസം നേരെ വീണത്. ആ സമയം അവർക്കെല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ശോഭാമ്മയുടെയും അച്ഛൻ്റെയും മുഖം വല്ലാതെയായി. അപ്പം എൻ്റെ അഭിപ്രായവും അത് തന്നെയാ, ഈ ഒരു സമയത്ത് ഞങ്ങളാണ് നിന്നെ നോക്കേണ്ടത് എന്ന കാര്യം അച്ഛൻ പറഞ്ഞു. അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാ വന്നതും. പക്ഷേ ഇവിടെ വന്ന് ഇവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോഴേ, പ്രത്യേകിച്ച് സേതുവിൻ്റെ സ്നേഹം കണ്ടപ്പോഴേ, നീ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ പല്ലവി ഇങ്ങനെ സേതുവിനെ നോക്കുക. നീ എന്തു പറയുന്നു ശോഭേ എന്ന് ചോദിച്ചപ്പം മാഷിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പം എനിക്കും എന്ന് ശോഭാമയും പറഞ്ഞു. അയ്യോ, ഡബിൾ ഹാപ്പിയായി നമ്മുടെ സേതു, പല്ലവിക്ക് ഹാപ്പിയായി. അങ്ങനെ അവരെല്ലാവരും ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പല്ലവിയെ വിടുന്നില്ലല്ലോ. എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയല്ല കേട്ടോ, എല്ലാവരോടും ഇവന് സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മയായി എനിക്ക് പോലും ചിലപ്പോൾ അതിന് കഴിയാതെ വരും. പക്ഷെ സേതു അവൻ അങ്ങനെയല്ല, നല്ല മനസ്സാണ് ഇവൻ്റെ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സാണെന്നൊക്കെ പൂർണിമ നമ്മുടെ സേതുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശോഭാമ ഇങ്ങനെ നോക്കുക മരുമകനാണെങ്കിൽ ഒരു ചമ്മലൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മായിമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അനിയത്തിമാരാണെങ്കിലും നമ്മുടെ സേതുവിനെ ഇങ്ങനെ കളിയാക്കി മാറിക്കൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കേട്ടും കണ്ടും ഒക്കെ നമ്മുടെ സേതു ഇങ്ങനെ നാണം കുണുങ്ങി നിൽക്കുമ്പോൾ പല്ലവിക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിയായി. നമ്മുടെ സേതു അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുക രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് പല്ലവി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലെ വരുന്നത്. വന്നപ്പോൾ സേതുവിനെ കണ്ടു. സേതു ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റിയിട്ട് നിലാവത്ത് നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. തന്നെ ഇരുന്നൊക്കെ തലയൊക്കെ ആട്ടിക്കൊണ്ട് ചിരിക്കുക. അപ്പോൾ ഹലോ ഹലോ മാഷേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി വന്ന് ഞൊട്ടി വിളിച്ചു. ഈ ലോകത്തൊന്നും അല്ലേ? ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോഴേ വേറൊരു ലോകത്താ സഞ്ചരിക്കുന്നത്. സ്വർഗത്തിലാണോ? സ്വർഗമൊക്കെ എന്ത്, ഇത് അതൊക്കെ മേലെയാണെന്ന് സേതു പറയുമ്പോൾ ആ ലോകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പല്ലവി ചോദിച്ചു. അപ്പം ഞാനും താനും മാത്രം, നമ്മൾ മാത്രമായിട്ടുള്ളൊരു ലോകമോ? അതെ, എന്താ അത് പോരെ? അത് വേണ്ട, നമ്മുടെ വീട്ടുകാരൊക്കെ ഇല്ലാതെ എങ്ങനെയാ സേതു ഏട്ടാ? അത് ശരിയാ. വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോഴാ പോയപ്പോൾ എന്തു പറഞ്ഞിട്ടാ പോയത് അച്ഛനും അമ്മയും? എന്നെ ബോധിച്ചാ അവർക്ക്. അപ്പോൾ ബോധിക്കാതിരിക്കാൻ കാരണങ്ങളൊന്നും ഇല്ലല്ലോ സേതു ഏട്ടാ. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനൊരാഗ്രഹം അവരിങ്ങോട്ട് കയറി പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ ശരിയായ കാര്യം തന്നെയാ. എന്നാലും പഠിപ്പില്ല, പറയത്തക്ക ജോലിയില്ല, മീശയില്ല സേതുവേട്ടന്, താടിയില്ല സേതുവേട്ടന്, മുണ്ടൊടുക്കുന്നില്ലേ, അതുപോരെ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ മതിയോ? എനിക്കത് മതി എന്ന് പല്ലവി അന്നേരം പറഞ്ഞു. എന്നാൽ പിന്നെ അത് മതി, എനിക്കും അത് മതി എന്ന് സേതു. ഒരു ഉറപ്പ് ഞാനങ്ങ് തന്നേക്കാം, ഒരിക്കലും തനിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളത്. അതെ, ഭാവിയെക്കുറിച്ച് അത്ര വലിയ മോഹങ്ങളൊന്നും ഞാൻ വെച്ച് പുലർത്താറില്ല സേതുവേട്ടാ. പുലർത്തിയാലും അത് നടക്കണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ നമ്മളായിട്ട്? സേതു നടക്കുന്നത് മാത്രമേ പറയാറുള്ളൂ, പറയുന്നത് സേതു നടത്തുകയും ചെയ്യും. അതെനിക്കറിയാവല്ലോ. എന്നാലും എനിക്കൊരു പേടിയുണ്ട് സേതുവേട്ടാ. ഒരു പേടിയും വേണ്ട, എന്നെ 100% തനിക്ക് വിശ്വസിക്കാമെന്നും സേതു പല്ലവിയോട് പറയാം. ഇപ്പം വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, അനുഭവങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സേതുവേട്ടാ. അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി. പിന്നെ എൻ്റെ ഭാവിയെപ്പറ്റി അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം അത് നടക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു ആശ്വാസം അവർക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നപ്പോൾ, കേസൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തം, അതാണ് ശരിക്കും പറഞ്ഞാൽ കണക്ക്. അതിനിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കടന്നു വരില്ലായിരിക്കുമല്ലേ സേതുവേട്ടാ? എന്തു പ്രശ്നം വരാനാ? അഥവാ ഇനി പ്രശ്നം വന്നാലും നമ്മളത് നേരിടത്തില്ലേന്ന് ചോദിച്ചു. ഇന്ദ്രൻ വന്നു, ഒതുക്കിയില്ലേ? പ്രതാപം വന്നു, ഒതുക്കി. പിന്നെന്താ കുഴപ്പം? ഇനിയും പ്രശ്നങ്ങൾ വരട്ടെടോ, നമ്മളതും ഒതുക്കി വിടും. ഞാൻ ഒതുക്കുന്നേ. അപ്പം അത് മതി സേതുവേട്ടാ, ഈ ഒരു ഉറപ്പ് മാത്രം കിട്ടിയാൽ മതി എനിക്കെന്നൊക്കെ പല്ലവി അന്നേരം സേതുവിനോട് പറഞ്ഞു. പേടിയാ സേതുവേട്ടാ എനിക്ക്, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. അപ്പോൾ ഒരു പേടിയും തനിക്ക് വേണ്ട, ഞാനുണ്ടല്ലോ, ഞാനില്ലേ തൻ്റെ കൂടെ, ജീവിതാവസാനം വരെ ഞാനുണ്ടല്ലോ, പിന്നെ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക്, അപ്പോൾ അത് മതി എനിക്ക്, അത് മാത്രം മതി എനിക്കെന്ന് പല്ലവിയും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സേതുവിനും സന്തോഷമായി. പിന്നെ രണ്ടുപേരും കൂടി ഒരു പാട്ടും ഒരു ഇണക്കവും ഒരു കുസൃതിയും കേട്ടിങ്ങനെ ഇരിക്കാം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനെയും പ്രതാപനെയും എന്നാണ്. അടി ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടിട്ട് ഒന്ന് നിവർന്ന് നിന്നതേ ഉള്ളൂ. അന്നേരം തന്നെ ഇന്ദ്രനെ കാണാനായിട്ട് പ്രതാപം വന്നു കഴിഞ്ഞു. ഇന്ദ്രൻ വന്ന് പ്രതാപൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്തായി പ്രതാപ ആ കാര്യം? ആ പ്ലാനും പൊളിഞ്ഞിന്ദ്ര,
ഇത്തവണേ ഓട്ടോക്കാരുടെ രൂപത്തിലാണ് കഷ്ടകാലം വന്ന് കയറിയതെന്നൊക്കെ പറഞ്ഞു. ആ സ്ഥാപനം എൻ്റെ കയ്യിൽ എത്തേണ്ടതായിരുന്നേ. ഓട്ടോക്കാർ വന്ന് എല്ലാം തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ആകെയുള്ളൊരു സമാധാനം അവളുടെ കൈ ഒടിഞ്ഞു എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ആരുടെ കൈ ഒടിഞ്ഞെന്നു? ആ പല്ലവിയില്ലേ, അവളുടെ കൈ ഒടിഞ്ഞു. ഒടിഞ്ഞോ? ഒടിഞ്ഞില്ല, ഏതോ പറ്റി. എന്തായാലും നല്ലോണം വേദനിച്ചിട്ടുണ്ട് അവൾക്കെന്നൊക്കെ പറഞ്ഞപ്പം അത് ശരിയല്ലേ, അങ്ങനെ പറ്റിയല്ലേ, സന്തോഷമായില്ലേ ഇന്ദ്രന് എന്ന് പ്രതാപൻ ചോദിക്കുമ്പം ആ കൈയൊന്ന് നീട്ടിക്ക്, ഒരു ഷെയ്ക്കാൻ്റെ തട്ടിടോ, കൈ ഇങ്ങ് നീട്ടിടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ കൈ അങ്ങ് കിട്ടിയപ്പോഴത്തേക്ക് ആ കൈ പിടിച്ചൊരൊറ്റ തിരി ഒരൊറ്റ ഒടിക്കലും കൂടിയായിരുന്നു പ്രതാപൻ്റെ കൈ. ഇന്ദ്രൻ, എടാ എൻ്റെ ഭാര്യയുടെ കൈ ഒടിക്കാനും മാത്രം വളർന്നല്ലടാ നീ. എടാ അവളോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാടാ, അവൾക്ക് എന്തോന്ന് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു. അപ്പം സോറി ഇന്ദ്ര, സോറി എനിക്ക് വേദനിക്കുന്നു ഇന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കാറുന്നു. അവൾക്കൊന്നും സംഭവിക്കരുത്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി വരേണ്ടവൾ അവള്. അയ്യോ, ആ ബഹളത്തിനിടയ്ക്ക് അറിയാതെ പറ്റിപ്പോയത്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്തതൊന്നും കൈവിടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ കൈവിട്ടു. എടോ പ്രതാപ, എന്തോ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും താനത് പറയോ? ഇല്ല, ഞാൻ പറയില്ല. അപ്പം താൻ തീരെ പോരടോ, കഴിവ് കെട്ടവനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ കളിയാക്കുക. ഒന്നുമില്ലെങ്കിലും താനൊരു രാഷ്ട്രീയക്കാരനല്ലേടോ, അതിൻ്റെ ചുണയെങ്കിലും താനൊന്ന് കാണിക്കണ്ടേടോ. ഇത് ചുമ്മാ ഒരു വക തന്നെ കളിക്ക് കൂട്ടിയ നേരത്തിന് വില ഷെയർ മാർക്കറ്റിൽ ഇറങ്ങി വില ഷെയറും കൂടിയിരുന്നെങ്കിലേ അപ്പം അത് കാശെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. വേസ്റ്റ് മാൻ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇന്ദ്രൻ അങ്ങ് പോകാൻ നോക്കും. അയ്യോ ഇന്ദ്ര, ഇട്ടിട്ട് പോവല്ലേ ഇന്ദ്ര, ഇന്ദ്രനും കൂടെ എന്നെ കൈവിട്ട പിന്നെ എനിക്ക് സഹായത്തിന് ആരും കാണില്ല. എടോ തന്നെ കൊണ്ട് എനിക്ക് എന്താടോ ഗുണം? അപ്പം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമെന്നേ. എന്നാൽ ഒരു ഗുണം ഉണ്ടായി. ഈ പേരും പറഞ്ഞ് എനിക്ക് അവളെ പോയി ഒന്ന് കാണാം. ഞാൻ പോയി എൻ്റെ ഭാര്യ ഒന്ന് കണ്ടിട്ട് വരാം, താൻ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ നേരെ പൊന്നുമടത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോവുക. അങ്ങനെ പോണ പോക്കിന് കയ്യും തിരുമ്മിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ മേലാതെ നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ നോക്കി സേതു അടുത്ത് തന്നെയുണ്ട്. സേതു മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ചുണ്ട് തുടച്ച് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇനി എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഇനി എന്താ ആവശ്യം? പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നൂറേലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സാരി ഒന്ന് മാറ്റി കൊടുക്കണം, അവന്തിക്ക് ഒന്ന് വിളിക്കാൻ ചോദിച്ചു. അപ്പോൾ അതിന് അവന്തിക്ക് എന്തിനാ, ഞാൻ സഹായിച്ചാൽ പോരെ എന്ന് ചോദിച്ചു സേതു. അതിന് സേതുവേടിന് സാരി ഉടുപ്പിക്കാനൊക്കെ അറിയോ? പിന്നെ അറിയാവോന്നോ? ഉടുപ്പിക്കാനും അറിയാം, ഉടുക്കാനും അറിയാമെന്ന് സേതു പറഞ്ഞു. ആണോ? പല്ലവിക്ക് അറിയാവോ? പണ്ടേ നാടകം കളിക്കുന്ന സമയത്തെ സ്ഥിരം സ്ത്രീവേഷക്കാരനായിരുന്നു ഞാൻ, അറിയാവോ? എൻ്റെ നാരായണി എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. എന്തൊരു കയ്യടി കിട്ടിയ വേഷമാണെന്ന് അറിയാവോ? കയ്യടിയാണോ അതോ കല്ലേറാണോ സേതുവേട്ടാ? കൂടുതൽ എന്നെ കളിയാക്കാനൊന്നും വരണ്ട കേട്ടോ. ഞാൻ സാരി ഉടുക്കുന്നത് കാണിച്ചു തരാം, ഇനി അത് കാണിച്ചിട്ട് ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയെ സാരി എടുത്ത് കാണിപ്പിക്കാൻ പോവാം. അങ്ങനെ അവിടെ കിടന്നൊരു സാരി എടുത്തിട്ട് നമ്മുടെ സാരി എടുത്ത് ഇങ്ങനെ മുണ്ടയിൽ വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞെടുത്ത് കുത്തുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് കുത്തി ഞൊറിഞ്ഞ് കറക്കി എടുത്ത് നേരെ എടുത്ത് ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. എപ്പടി ഇറുക്ക് എന്നിങ്ങനെ ചോദിച്ചു വിട്ടാ. അപ്പം നമ്മുടെ പല്ലവി ശരി അടിപൊളിയെന്ന് പറഞ്ഞു. എന്നാ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ശരി എടുത്തോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, കുറേ നാളായി ഡയലോഗൊക്കെ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോഴാട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ അച്ചു കയറി വരുന്നത്. അച്ചു കയറി വന്നപ്പോൾ സേതു സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. അച്ചുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പല്ലവി അവിടെ നിന്ന് ചിരിക്കുന്നു. അച്ചു തല കുത്തിന് കിടന്ന് ചിരിക്കുകയാണ്. സേതു അവിടെ നിന്ന് അങ്ങോട്ട് ഉരുകി ഇങ്ങനെ നിൽക്കുക. ഇതെന്താ ഈ വേഷത്തിലേട്ടാ? വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടോയെന്ന് അച്ചു ചോദിക്കുമ്പം അയ്യോ ഇല്ല, അത് പിന്നെ ഞാൻ ചുമ്മാ വെറുതെ പല്ലവി സാരി ഉടുക്കാൻ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ വെറുതെ ഇങ്ങനെ ഉടുപ്പിച്ച് കൊടുക്കാമെന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക. ചേച്ചി സാരി ഉടുപ്പിക്കാൻ സഹായം ചോദിച്ചെന്നോ? ചോദിച്ചതുപോലെയാ. ഞാൻ ചോദിച്ചോ സേതുവേട്ടാ? എപ്പോൾ ചോദിച്ചു? ഞാൻ ചോദിച്ചില്ലേ, അതാ പറഞ്ഞതെന്നൊക്കെ സേതു. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഉടുപ്പിക്കാൻ വേണ്ടി വന്നാണോ സേതുവേട്ടൻ? അല്ല, വേണ്ടി വന്നാൽ ബുദ്ധിമുട്ടിയാ സഹിക്കുമെന്ന് പറഞ്ഞപ്പം അയ്യോ അങ്ങനെ ഇപ്പം ബുദ്ധിമുട്ടണ്ട, അതിനിവിടെ ഞാനുണ്ട് നമ്മുടെ അച്ചു പല്ലവിയോട് പറയുക. പുരുഷന്മാരൊന്ന് പോയി തന്നാൽ മതിയെന്നും അച്ചു പറഞ്ഞു. പുറത്ത് പോവാനാ പറഞ്ഞത്. സാരി എടുക്കലും ഉടുപ്പിക്കലൊക്കെ ഞങ്ങൾ ലേഡീസ് ചെയ്തോളാം, അപ്പം ഞാൻ നന്നായിട്ട് ഉടുപ്പിക്കും. എന്നാൽ പിന്നെ ഉടുപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സേതു പല്ലവിയെ സാരി ഉടുപ്പിക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ ഇപ്പം വേണ്ട, അതൊക്കെ കല്യാണത്തിന് ശേഷം മതി, ഇപ്പം നോ ബോഡി ടച്ച് നോ സാരി, ഓക്കെ? അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് പോകുമ്പോൾ സേതു അങ്ങ് ഇറങ്ങി പോവാം. അയ്യോ എൻ്റെ പൊന്ന് സേതു ഏട്ടാ സാരി ഒന്ന് ഊരി വെച്ചിട്ട് പോകാൻ പറഞ്ഞു പല്ലവിയെ. അയ്യോ അയ്യേച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് സാരിയൊക്കെ പറിക്കുന്നു. ഭയങ്കര രസകരമായിട്ട് സേതു ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു ആ ബുള്ളറ്റ് നിറയെ മാമ്പഴവും ആപ്പിള് ഓറഞ്ച് ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ ആയിട്ട് പൊന്നുമടത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് കൊട്ടയിൽ നിന്ന് കെട്ടൊക്കെ കഴിച്ച് ആശാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സേതു അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നതും ഈ കാഴ്ച കാണുന്നതും എടുത്ത് ഇങ്ങനെ തോളെ തൂക്കിക്കൊണ്ട് വരുക. സേതു മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് അങ്ങ് ചെന്ന് വട്ടം അങ്ങ് നിന്നു. എങ്ങോട്ടാടാ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവി ഇതെന്നെ തടയരുത്, ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അവളുടെ കൈക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞു, കാണാൻ വേണ്ടി വന്നതാ, ഇതൊക്കെ ഒന്ന് കൊടുക്കണം, ആശ്വസിപ്പിക്കണം, എനിക്ക് പോകണം. അപ്പോൾ അവൾക്കിത് വേണ്ടെങ്കിലോ? അയ്യോ അങ്ങനെ പറയരുത്, പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാലേ നീ അവളുടെ ഭർത്താവും ഞാൻ കാമുകനുമാണെന്ന് വിചാരിക്കും. സത്യേ അതല്ലല്ലോ, തിരിച്ചല്ലേ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് സേതു നിൽക്കുമ്പോൾ ആരാ സേതു എന്ന് ചോദിച്ചു. പൂർണിമ വന്നു. അമ്മേ എന്നും പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ അതെ ഇതാണമ്മേ സേതു, ഞാൻ ഇന്ദ്രനാണമ്മേ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ആരാ സേതു എന്ന് അമ്മ ചോദിച്ചത് എന്താ? ഓ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അല്ലേ അമ്മേ, ഞാൻ മലയാളത്തിലെ കുറച്ച് വീക്കാമ്മേ, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ വന്നത് ഇതുണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതാ, ഇത് അവൾക്ക് കൊടുക്കാൻ കുറച്ച് ഫ്രൂട്ട്സാ, അവളുടെ കൈക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞ് ഞാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും. ഒടിഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് പിടിച്ച് ഓടിക്കാൻ, അല്ല അയ്യോ സോറി കേട്ടോ, ഒടിഞ്ഞ കൈ നേരെയാക്കാനാട്ടോ ഞാൻ വന്നത്, ഒന്ന് വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പൂർണ്ണിമ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ